നമ്മൾ സിനിമയുടെ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് എങ്ങനെയാണ് ഈ റോൾസുകൾ കിട്ടുന്നത് എന്നുള്ളത്. എന്നാൽ ആ റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം ഭംഗിയാക്കാം എന്ന് ശ്രമിക്കുന്ന ഒരുപാട് ആക്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് കിട്ടുന്ന ഓരോ റോളും അതീവ ഭംഗിയായിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച് മറ്റു പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണെന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത്. ആക്ടർ ആൻസൺ പോൾ. ആൻസൺ, വെൽക്കം ടു സൺഡേ ഫൺഡേ. അടിപൊളി. എന്തുണ്ട് വിശേഷം എന്ന് ഞാൻ അങ്കള ചോദിക്കട്ടെ. സിനിമയ്ക്കും റിലീസായിട്ട് അതിന്റെ ഒരു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ഒരു പുത്തൻ താരോദയം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഓവറായി പോകുമെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. പറഞ്ഞോ, കുഴപ്പമില്ല, കേൾക്കാൻ സുഖമല്ലേ. എന്നാൽ ഞാൻ പറഞ്ഞു, ഒരു പുത്തൻ താരോദയമാണ് ഇവിടെ ഉണ്ടായിരിക്കണേ. ഒരു സ്റ്റാർഡം എൻജോയ് ചെയ്യാൻ തുടങ്ങിയോ? ഇതുവരെയുള്ള എക്സ്പീരിയൻസസും ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്പീരിയൻസസിനെയും പറ്റി അനലൈസ് ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസസിനെ പറ്റി ഞാൻ ആദ്യത്തെ സിനിമ KQ എന്നാണ് സിനിമ 2013 റിലീസായത്. ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സിനിമ വളരെയധികം വലിയൊരു ഫ്ലോപ്പായിരുന്നു, കമേഴ്ഷ്യലി ഫ്ലോപ്പായിരുന്നു. ഒരു 2-2.5 വർഷക്കാലം ഞാൻ സിനിമയൊന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ തുടങ്ങിയിട്ട് ദൃഢമായിട്ടൊരു ഒരു തീരുമാനം എടുത്താണ് സിനിമയിൽ വിജയപരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചായാതെ അടുത്ത ജോലി നോക്കി പോവുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആദ്യം തന്നെ പഠിച്ചതായാലും കുഴപ്പമില്ലെന്നുള്ളൂ. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഈ ബേസ്മെന്റ് സ്ട്രോങ് ആയ സ്ഥിതിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ വിജയം പരാജയമൊക്കെ ബേസിക്കലി നമ്മൾ നമ്മുടെ ചെയ്യേണ്ട മാക്സിമം ജോലി, എൻ്റെ ബെസ്റ്റ് ഞാൻ അന്ന് കൊടുത്തോ ഇല്ലയെന്ന് മാത്രമാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ അറിവ് വെച്ച് ഞാൻ നല്ല രീതിയിൽ ചെയ്തോ ഇല്ലയെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതല്ലെങ്കിൽ അവിടുന്ന് പഠിക്കാറുണ്ട്. അത് സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലർ പറയും ഇത് ശരിയാക്കാമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കേൾക്കും. അത് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് പ്രാവർത്തികമാക്കും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ KQ കഴിഞ്ഞിട്ട് ഒരു 2.5 വർഷങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അതെ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കംബാക്ക് വന്ന സമയത്ത് അതിന് എങ്ങനെയാ ഇപ്പൊ നോക്കിക്കണ്ട ഈശ്വര, ഞാൻ ചെയ്തതൊക്കെ ഇനി വീണ്ടും ഇതാവോ എന്നുള്ള? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. സുദീപാത്മീകം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് ഞാൻ വരുന്നത്, എന്നെ വിളിക്കുന്ന ജയേട്ടനാണ് വിളിക്കുന്നത്. ഞങ്ങളൊരു ഫിലിം ഫെയറിൻ്റെ ഒരു അവാർഡ് ഷോയിൽ വെച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഗോൾസ് ജിമ്മിൽ വെച്ച് കണ്ടു. അപ്പോഴാണ് എന്നെ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, നല്ല മസിലാണല്ലോ, അടിപൊളിയാണല്ലോ, എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഇല്ല ചേട്ടൻ ഒന്നും പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു 2 മാസത്തിന് ശേഷം പിന്നെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് രഞ്ജി ഒരു പരിപാടി ചെയ്യേണ്ടത്, നീ ഫോട്ടോസൊക്കെ അയക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലെ വിചാരം, ജയേട്ടൻ എന്നെ വിളിച്ച് ജിമ്മിൽ വെച്ച് കണ്ടു, അപ്പോൾ പിന്നെ മസിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു റോള് ബേസിക്കലി അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ചിന്തിച്ചു. ഞാൻ രഞ്ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് കാണുമ്പോഴേക്കും ഞാൻ മൊത്തം വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല കട്ടൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞ് പിന്നീട് രഞ്ജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിനകത്തൊരു 40 വയസ്സുകാരൻ, ഒരു 30 തുടങ്ങി 40 വയസ്സുകാരൻ്റെ ഒരു ക്യാരക്ടറാണ്. കുറച്ച് വയറുണ്ടാവണം, കവിളുണ്ടാവണം, താടി ഉണ്ടാവണം, കുറച്ച് നിരയിടണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മൊത്തം ഗ്യാസും പോയി. കർത്താവേ, ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? 1 മാസം കൂടി ഉണ്ടാകാൻ സാധനം. ഞാൻ ഓക്കെ, 1 മാസത്തിനകത്ത് തിരിച്ച് അങ്ങനെ വരാം എന്നുള്ള രീതിയിൽ നല്ല ചോറും നല്ല നെയ്യും നല്ല ബീഫൊക്കെ അടിച്ച് നല്ല രീതിയിൽ കൊഴുത്ത് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ നമ്മൾ മിററിൻ്റെ മുമ്പിൽ നമ്മൾ കാണുമല്ലോ. അപ്പോൾ കാണുമ്പോൾ എനിക്ക് എന്നിനുള്ള കോൺഫിഡൻസ് വളരെ കുറഞ്ഞു പോയി ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത്. ബിക്കോസ് ഫിസിക്കലി ഐ എം നോട്ട് ഫിറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് സിനിമ അഭിനയിക്കുമ്പോൾ. അഭിനയിച്ച് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഡബ്ബിങ് തിയേറ്ററിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ഞാൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആ ക്യാരക്ടർ ഒരിക്കലും നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഒരു ക്യാരക്ടറിലോട്ട് മാറാൻ എന്താണ് ഡയറക്ടറിൻ്റെ ആവശ്യം, എന്താണോ ആ ഒരു ആവശ്യത്തിലോട്ട്. ബിക്കോസ് ആ ഡയറക്ടർ ഒരുപാട് വർഷങ്ങളായിരിക്കാം, മാസങ്ങളായിരിക്കാം. ഈ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം കുറേ കാലമായിട്ട് പുള്ളിയുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെ ആയിരിക്കണമെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളി പറയുന്ന സാധനത്തിലോട്ട് നമ്മളൊന്ന് മാറി ഒരു അച്ചിലോട്ട് മാറിയാൽ മതി. അപ്പോൾ ആ അച്ചിലോട്ട് മാറാൻ എനിക്ക് താല്പര്യമാണ്. അപ്പൊ അങ്ങനെ സമയം കേട്ടല്ലോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എന്തിനും റെഡി ആയിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. അങ്ങനെ
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്.